വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 13 ഞാൻ വൈകിട്ട് വീഡിയോ എടുക്കുകയാണ്. നാളെ നമ്മുടെ പാശുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതെന്നാണ് ഈ വീഡിയോ ഔട്ട് വരാന്നുള്ളതൊന്നും പറയാൻ പറ്റാട്ടോ സമയം പോലെ. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഇപ്പോഴാണ് വിളിച്ച ആൻസേട്ടൻ പറഞ്ഞത് ഞാൻ വരുന്നു പിക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തു. ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ നാളെ കേക്ക് കട്ട് ചെയ്യാം. പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവന്റെ ബർത്ത്ഡേ മെമ്മറബിൾ ആക്കാനുള്ള കുറച്ച് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളും അവൻ എക്സൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് വരുന്നു പിക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് കൺഫ്യൂഷനായി. ചില പ്ലാൻസ് മാറ്റി വേറെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എന്തായാലും ഞങ്ങളിതാ കുറച്ച് കഴിയുമ്പോൾ ആൻസേറ്റിന് എത്തും. ഞങ്ങൾ മുൻപത്തേക്ക് പോവാണ്. അപ്പൊ അതിനു മുൻപ് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇംപെർഫെക്ഷൻസ് കാണും. അപ്പൊ അങ്ങനെ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ റൂമിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം ഫുള്ള് അവിടെ ഇവിടെ ഓരോന്ന് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. മാത്രല്ല കുറേ എന്താ പറയാ കൊറിയർ വന്ന പാക്കറ്റൊക്കെ ഇങ്ങനെ അട്ടിയാക്കി വെച്ചേക്കാണ്. ഇത്തവണ ബർത്ത്ഡേക്ക് ഞാൻ പുറത്തു പോയി വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഓൺലൈൻ പർച്ചേസ് ആയിരുന്നു. പിന്നെ ഒരുപാട് കുറച്ച് ഗിഫ്റ്റുകളും പാശുവിന് വന്നിട്ടുണ്ട്. ഏറ്റവും സെറ്റ്സ് ആണല്ലോ. കാൻഡിൽസ് വരെ ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. പുറത്ത് പോയിട്ട് വാങ്ങിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ പിന്നെ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സാറ്റർഡേ ആണ് ബർത്ത്ഡേ. എന്നാലും ഞാൻ വിചാരിച്ചു ഈ ഒരു വർഷം കൂടിയാണ് സ്കൂളിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്ത് അവന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഞാൻ മാമിനോട് ചോദിച്ചിട്ട് നമ്മൾ മൺഡേ ചെറിയൊരു കേക്ക് കട്ടിങ്, കഴിഞ്ഞ വർഷത്തെ പോലെ ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല, എന്നാലും ചെറിയൊരു കേക്ക് കട്ടിങ്ങും അവന്റെ ഫ്രണ്ട്സിന് കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ വന്നിരിക്കേണ്ട അങ്ങനെ വെച്ചൊക്കെയായിരുന്നു. കാരണം ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചാല് എല്ലാ ബാഗും ഞാൻ സൂക്ഷിക്കേണ്ടി വരും. ഇതാവുമ്പോൾ ഒരു മുക്കിലിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ ഒരു കണ്ണ് തെറ്റിയാൽ 3 പിള്ളേരും കൂടി അത് തുറന്ന് ആകെ അലമ്പാക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മുൻപത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ അവിടുത്തെ എന്തായാലും സ്കൂളിലെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മളിത് ഓർഡർ ചെയ്തു. റിട്ടേൺ ഗിഫ്റ്റിൻ്റെ ഐറ്റംസ് എല്ലാം അത് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ മുൻപത്തുള്ള കസിൻസിനും നമ്മുടെ കസിൻസിനും കൊടുക്കാനായിട്ട് അവർക്കും കൂടി റിട്ടേൺ ഗിഫ്റ്റ് ഇരിക്കട്ടെ, ഒരു മെമ്മറബിൾ ആയിട്ട് അവർക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇത് എങ്ങനെ അസംബിൾ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ആയപ്പോഴാണ് എന്നാൽ ചെയ്തുകൊണ്ടിരിക്കട്ടെ. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബാഗ്. ഇത് നമ്മുടെ സെറനിറ്റി അരോമ ഫ്ലെയിംസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലിൻഡയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് മുമ്പേക്കും കഴിഞ്ഞ വർഷം പാച്ചുഡ കീ ചെയിൻ ക്ലിൻഡയാണ് ചെയ്തത് റിട്ടേൺ ഗിഫ്റ്റ്. പിന്നെ കാൻഡിൽസ്, പല കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ മമ്മീനെ ഫോളോ ചെയ്യുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അവിടെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് യമ്മി വാരിയുടെ സ്നാക്സ് വെക്കാനുണ്ട്. എന്തായാലും ഇത് പാക്ക് ചെയ്യണം. അതിനു മുമ്പ് ഞാനൊന്ന് മനുഷ്യക്കോലത്തിലാവട്ടെ. കാരണം ഇത് പ്ലാൻ ചെയ്തെടുക്കാത്ത വീഡിയോ ആയിട്ട് നിന്ന് നിപ്പിലാണ് ഞാൻ വന്ന് നിന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു സ്കിൻ കെയർ ആയാലോ. ന്യൂട്രിഡേമിൻ്റെ ഡിറ്റോക്സ് ക്ലെൻസറും ന്യൂട്രിഡേമിൻ്റെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് 2 minutes മതി. ഇത് ചുമ്മാ ഫേസ് വാഷ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും അല്ല കേട്ടോ. ദിസ് വൺ ഇസ് ഫോർമുലേറ്റഡ് വിത്ത് 2% ഗ്ലൈക്കോളിക് ആസിഡ്, എ ജെന്റിൽ AHA. അത് സ്കിന്നിലെ ഡെഡ് സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. മാത്രമല്ല പോർസിനെ അൺക്ലോഗ് ചെയ്യാനും സ്കിൻ റഫ്നെസ് മാറ്റി നല്ല സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരു നല്ല ഈവൻ ടെക്സ്ചറും കിട്ടും. സോഡിയം PCA സ്കിന്നിനെ സൂപ്പർ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഇറ്റ് നെവർ സ്ട്രൈവ്സ് മൈ സ്കിൻ ഓർ ലീവ്സ് ഇറ്റ് ഫീലിംഗ് ടൈറ്റ്. ഇതെൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് അതിലും ഈസിയാണ് കേട്ടോ. നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ട്. വൈറ്റമിൻ E ആണ്. ഇത് സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. മാത്രമല്ല നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. വൈറ്റമിൻ E ഫോസ്ഫേറ്റ് സൂട്ട്സ് റെഡ്നെസ്, ആക്നെ മാർക്ക് ഫേഡ് ആകാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സ്കിൻ റിപ്പയർ ചെയ്ത് സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ആക്കുകയും ചെയ്യും. ഈ 2 പ്രൊഡക്ട്സും ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ടോട്ടലി സേഫ് ആണ് കേട്ടോ. സോ നിങ്ങളും ജെന്റിൽ യെറ്റ് എഫക്റ്റീവ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ നോക്കുകയാണെങ്കിൽ ഇത് എൻ്റെ ജെന്യുവൻ സജഷൻ ആണ് കേട്ടോ. ഈ 2 പ്രൊഡക്ട്സും ന്യൂട്രിഡേം ഇന്ത്യാസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഇത് വേണ്ടവർക്ക് കാർട്ടിൽ ഞാൻ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻ്റ് ആയിട്ടും ഞാൻ ഇതിൻ്റെ ലിങ്ക്സും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി വേഗം ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് റെഡി ആവാൻ പോട്ടെ കേട്ടോ. ഇൻസ്റ്റയിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതൊരു പോളറൈഡ് വുഡൻ ഫോട്ടോ ഫ്രെയിം ആണ്. വിത്ത് മാഗ്നറ്റ് ആണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് പോലെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. വുഡൻ
ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഉള്ളിൽ നമുക്കിത് ഇഷ്ടമുള്ള നമ്മുടെ ഫോട്ടോസ് വെക്കാം. ഇഷ്ടമുള്ള കളറിലും ഡിസൈനിലും നമുക്ക് ഈ ഫോട്ടോ ഫ്രെയിം പെയിൻറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള പെയിൻറ്റും ബ്രഷും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഫൺ ആക്ടിവിറ്റി ആയി, പിന്നെ അവനൊരു മെമ്മറബിൾ ആയിട്ടൊരു ഗിഫ്റ്റും ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ യമ്മി വാലിയുടെ സ്നാക്കും ഉണ്ട്, മിഠായിയും ഉണ്ട്. എന്താ മാഗ്നറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോ കബോർഡിലോ ഒക്കെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ വർക്കിക്ക് ഉള്ളത് പാക്ക് ചെയ്യാം കേട്ടോ. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെ തോമു, ചാക്കോച്ചൻ, വർക്കിയാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കസിൻസ്, അവിടുത്തെ കസിൻസ് കുട്ടികൾ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തോമു, ചാക്കോച്ചൻ, വർക്കി ഇവർക്ക് ഞാൻ നമ്മുടെ ഒരു തീമിൽ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേർക്കും ഇതെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടം കേട്ടോ. ഈ സൂപ്പർമാൻ, സൂപ്പർ ഹീറോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ഒരു തീമിലാണ് പാച്ചുവിനെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത്. കാരണം അതിന് ഭയങ്കര ഇഷ്ടമാണ്, അതിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഇപ്പോൾ ഈ സൂപ്പർ ഹീറോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു തീം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തോമുവിനും ചാക്കോച്ചനും പാച്ചുവിനും വർക്കിക്കും ഒക്കെ ആ ഒരു മാർവൽ, അവഞ്ചേഴ്സ് ആ ഒരു തീമിലാണ് ഡ്രസ്സുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് ഇതൊരു റോംബറാണ് കേട്ടോ, ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാ വർക്കിക്ക് ആദ്യം ഇത് വയ്ക്കാം. പിന്നെ നമ്മുടെ ഇത് വയ്ക്കാം അല്ലേ, ഇതൊരെണ്ണം വയ്ക്കാം. അത് എപ്പോഴും എന്താ പറയുക ഓർത്തിരിക്കും, അത് കളയില്ലല്ലോ. നമ്മുടെ ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ വെച്ച് മാഗ്നറ്റും ഉണ്ട് ബാക്കിൽ. ഇതാ ഇത് ഞാൻ മാഗ്നറ്റാണത്, ഞാൻ കെട്ടിയിട്ടു. ഇത് തുറക്കാൻ പാടാട്ടോ. ഇത് പാച്ചുവിൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മാഗ്നറ്റ്. എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരുവിധം എല്ലാ ഏജിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ മാഗ്നറ്റും ചെയ്തിട്ടുണ്ട്. ഇത് ആ ബാഗിൽ വെക്കാം. പിന്നെ നമ്മുടെ യമ്മി വാലിയാണ്, അത് അപ്പുറത്തിരിക്കുകയാണ് പെട്ടി കണക്കിന്. അത് പിള്ളേരെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടി പൊട്ടിച്ചിട്ടേ ഇല്ല, ജസ്റ്റ് അതിൻ്റെ കൗണ്ട് മാത്രം ഒന്ന് നോക്കി അങ്ങനെ വെച്ചതാണ്. അല്ലാണ്ട് അത് പിള്ളേര് കണ്ടിട്ടില്ല. കാരണം പിള്ളേരെ കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഇത് ജസ്റ്റ് വീട് തൊട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. അപ്പം ഇത് യമ്മി വാലിയുടെ സ്നാക്കാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പാച്ചുവിന് നമ്മൾ സ്കൂളിലായിരുന്നല്ലോ നമ്മൾ പാർട്ടി ചെയ്തില്ല, അന്നും ഞാൻ യമ്മി വാലിയിലാണ് ചൂസ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, യമ്മി വാലിയുടെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സേഫാണ്. പ്രത്യേകിച്ച് ഒരു പ്ലേ സ്കൂളിൽ അഡിക്റ്റഡ് കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് ഇതൊന്നും സമ്മതിക്കില്ല. വളരെ ഹെൽത്തി ഓപ്ഷൻസ് ഉള്ള സംഭവങ്ങൾ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ യമ്മി വാലിയുടെ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇതിൽ മില്ലറ്റ്സ് ആണ്, ഫ്രൈഡ് അല്ല, ബേക്ക്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് തോന്നി, പിള്ളേർക്ക് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ 2 ഫ്ലേവറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ടൊമാറ്റോ ചില്ലി ബൈറ്റ്സ്, ഇത് എനിക്ക് തോന്നുന്നു പുതിയതാണ് അവരുടെ. ഇത് എനിക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാച്ചുവിന് അതിലേറെ ഇഷ്ടമാണ്. ഇത് ഞങ്ങൾക്കിവിടെ കിറ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ, മില്ലറ്റ് മോജോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ചീസ് ബോളാണ് ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് 2 ഫ്ലേവറാണ് ഞാൻ ഇതിലേക്ക് റിട്ടേൺ ഗിഫ്റ്റിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം പിള്ളേർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇത് വയ്ക്കാം. ഇന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഇത് മാത്രമേ സെറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. സ്കൂളിലേക്കുള്ളത് ഞാൻ വന്നിട്ട് മൺഡേ ചെയ്യാം. ഇരിക്കില്ല ഇതിൽ. ഓക്കെ, കറക്റ്റാണ്. ഒരു മാഗ്നറ്റ്, ചോക്ലേറ്റ് വരണം. ചോക്ലേറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ എത്തുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിറ്റ് ഉള്ളത് കേട്ടോ, റിട്ടേൺ ഗിഫ്റ്റിൻ്റെ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനെ 6 എണ്ണം സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് വേഗം ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഞാനും മമ്മിയും ഡാഡിയും കൂടിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത്. ഇത് ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ടിന് ഒരു ഡെക്കറായിട്ട് വന്നതാണ്, ഹാങ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ആ കവറിൻ്റെ കൂടെ ഇതിൽ നിന്ന് ഒരു പീസും കൂടി വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ഇത് കൊടുക്കാനുള്ളവരുടെ പേരും എഴുതി വെച്ചു കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ. ഇത് മുനമ്പത്തേക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രമാണ്. ബാക്കി ഞാൻ പാക്ക് ചെയ്യണില്ല. ഇവിടെ നേരത്തെ വെച്ച പോലെ ഇങ്ങനെ ചുരുട്ടിക്കുട്ടി ഒളിപ്പിച്ച് തന്നെ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും സ്പേസ് പോവില്ല. അപ്പം ഇത്രയും പാക്കറ്റ്സ് ആണ് കൊണ്ടുപോകുന്നത്. ഇനി നെക്സ്റ്റ് എനിക്കുള്ള പെട്ടിയും പ്രമാണം പാക്ക് ചെയ്യണം. എന്തായാലും മറ്റന്നാൾ ഇന്ന് പോയാലും നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ തിരിച്ചു വരും. കാരണം ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ മറ്റന്നാൾ സ്കൂളിലും പോകണം. സ്കൂളിൽ പോയിട്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വലിയ കാര്യമായ ലഗേജ് ഒന്നും ഇല്ല. എന്നാലും അത്യാവശ്യം സാധനങ്ങൾ എടുക്കണമല്ലോ. പിന്നെ പാച്ചൂര് പള്ളിയിൽ പോകാനുള്ളത് എടുക്കണം. പിന്നെ അവിടെ പോകുമ്പോൾ എന്തായാലും ഒരു ദിവസത്തേക്ക് പ്രത്യേകിച്ച് പോകുന്ന കാരണം അത്യാവശ്യം നല്ല ഓട്ടവും കസിൻസിൻ്റെ വീട്ടിൽ പോകലൊക്കെ ഉണ്ടാവും. പിന്നെ ആൻസാറ്റൻ വന്നിട്ട് അവനെ പുറത്ത് കൊണ്ടുപോകലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പാക്കിങ് ഉണ്ട്. ഞാൻ വേഗം പാക്ക് ചെയ്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പൂ മേടിക്കാനായിട്ട് പോകാൻ. എന്നിട്ടേ ആൻസാറ്റിന് എത്താവുള്ളൂ. അതിന് മുമ്പ് ഇതൊക്കെ തീർക്കണം. നമ്മുടെ ചോക്ലേറ്റ്സും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒതുക്കിയിട്ട് വരാം. ഇവിടുന്ന് അവന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ ബൊക്കെ തന്നെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഒരെണ്ണം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പാച്ചുവിനെ ഞാൻ എല്ലാതും ഞാൻ നോക്കി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനായിട്ട് പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു സാധനം വേണമെന്ന് എനിക്ക് എന്തോ പെട്ടെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഈ ബൊക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാൻഡിലും കൂടി സെറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ചേട്ടനോട് കേട്ടോ. അപ്പോൾ കാര്യം കുറച്ച് സമയം എടുത്തു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ചോക്ലേറ്റ്സ് ഓൺ ദി വേ ആണ്. എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ബൊക്കയും കൂടി ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്കതും ആ ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വന്നു നമ്മുടെ ഓട്ടോ ചേട്ടൻ ചോക്ലേറ്റ്സ് കൊണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത മുഴുവൻ സാധനം വന്നിട്ടില്ല. അത് കുറച്ച് സമയം കൂടി എടുക്കും. അത് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അവർ ഡെലിവറി ചെയ്യുക. ഇനിയിപ്പോൾ വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാം. പാച്ചുവിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 3 ആളും കൂടി വീട് തലകുത്തി മറച്ചു വെച്ചിട്ടുണ്ടാവും. ആൻസും ചേട്ടനും വലിയ താമസമില്ലാണ്ട് വീട്ടിലേക്ക് എത്തും കേട്ടോ. അവരെന്തോ കേരള ടോയ്സിൽ പാച്ചുവിന് എന്തൊക്കെയോ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയേക്കാം. വന്ന വഴിക്ക് ഞാൻ വേഗം നമ്മുടെ ഈ ചോക്ലേറ്റ്സ് ഒന്ന് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവൻ്റെ കസ്റ്റമൈസ്ഡ് പേരും ഫോട്ടോസൊക്കെ വെച്ചിട്ട്. പിന്നെ ഒരെണ്ണം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചെയ്യാൻ അവർക്ക് പറ്റാതിരുന്നത്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ തന്നെ ആ ലോലിപോപ്പ് ഫിക്സ് ചെയ്തു. കൊണ്ടുപോകാനുള്ള ബാഗ്സൊക്കെ ഓൾറെഡി ഒരു കാർട്ടണിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെണ്ണി ചോക്ലേറ്റ്സും ലോലിപോപ്സൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. കണ്ണടച്ചൊക്കെ എല്ലാവരും അപ്പനെ കാണണ്ട എക്സ്പീരി കണ്ടാ മതി. ഇത് what is this? iPhone. What is it? Collaboration. Wow. Share ye to Pachu, share ye. Share. Pinga. Pinga. Chaco? Tomuni illata kalala. Chaco. എല്ലാവരും കൂട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായി. കുറേ നേരം വർത്താനം പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ പനക്കിലേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഇനി അവിടെ വെച്ച് കാണാം.